ഇത് തള്ളുകളുടെ ഒരു കാലമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ സുരേഷ് ഗോപി വരെയുള്ള ആളുകളുടെ നിരവധിയായ തള്ളുകൾ നമുക്ക് നിത്യേന കേൾക്കാൻ കഴിയുന്നുണ്ട്. 2024 തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് ഇനി അങ്ങോട്ട് തള്ളുകൾ കൂടി വരുന്നൊരു സ്ഥിതിവിശേഷവും നമുക്ക് മുമ്പിൽ ഉണ്ടാകും. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് തള്ളുകളുടെ കൂട്ടത്തിൽ ഒരു തള്ള് എന്ന് പറയുന്നത് ഉജ്ജ്വല ഗ്യാസ് യോജന എന്ന് പറയുന്ന സൗജന്യമായി പാചകവാതം കൊടുക്കുന്ന പദ്ധതിയിൽ 10 കോടി പേർക്ക് സ്ത്രീകൾക്ക് ഇതുവരെ കണക്ഷൻ കൊടുത്തു എന്നാണ്. ഇതിനായിട്ട് 27,000 കോടി രൂപയുടെ നേട്ടം രാജ്യത്തെ ജനങ്ങൾക്ക് ഉണ്ടായി എന്നാണ് പ്രധാനമന്ത്രി അവകാശപ്പെടുന്നത്. ഇതുപോലെ പല പദ്ധതികളിലൂടെയും കോടാനുകോടി രൂപയുടെ നേട്ടം ജനങ്ങൾക്കുണ്ടായതായി അവകാശവാദങ്ങളുണ്ട്. കഴിഞ്ഞ 1ാം മോഡി സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ കണ്ടത് കക്കൂസ് പണിതു കൊടുക്കുന്നതാണ്. എത്ര പേർക്കാണ് 10 കോടി 100 കോടി 50 കോടിയൊക്കെ കക്കൂസ് പണിതു എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള കേരളത്തിൽ ആർക്കെങ്കിലും ഒരു കക്കൂസ് കിട്ടിയതായിട്ട് നമുക്ക് ആർക്കും അറിവില്ല. ഇപ്പോഴെന്തായാലും കക്കൂസിന്റെ കാര്യം പറയുന്നില്ല. കാരണം കഴിക്കാനൊന്നുമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം കക്കൂസ് വലിയൊരു പ്രശ്നം ആയിരിക്കില്ല. ഉജ്ജ്വല ഗ്യാസ് യോജനയിൽ 10 കോടി സ്ത്രീജനങ്ങൾക്ക് ഗ്യാസ് കണക്ഷൻ കിട്ടിയെന്ന് പറയുമ്പോൾ ഒരു കാര്യം അറിയാൻ ഒരു കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്. ഈ 10 കോടി കണക്ഷനിൽ എത്ര എണ്ണം കേരളത്തിലുണ്ട്? നമ്മുടെ കേരളത്തിലെ മാധ്യമ സിംഹങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത്, എത്ര പേർക്ക് ഇത്തരത്തിൽ ഉജ്ജ്വൽ ഗ്യാസ് യോജനയിൽ കേരളത്തിൽ കണക്ഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് ഒരു അന്വേഷണാത്മക റിപ്പോർട്ട് തയ്യാറാക്കി പ്രസിദ്ധീകരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. വസ്തുത്തിൽ ഇത് വലിയൊരു കാര്യമൊന്നുമല്ല. അപ്പോൾ ഒരു ചോദ്യം വരാം, എങ്ങനെയാണ് ഈ ആളുകളെ കണ്ടുപിടിക്കുന്നത് എന്നൊക്കെയുള്ളൊരു വലിയ പ്രയാസം വരാം. പക്ഷേ അതിനൊരു എളുപ്പ വഴിയുണ്ട് മാധ്യമ സിംഹങ്ങളെ. മറ്റൊന്നുമല്ല, കേരളത്തിലെ 10ഓ 12ഓ അല്ലെങ്കിൽ 15ഓ പ്രധാനപ്പെട്ട ഗ്യാസ് ഏജൻസികളിൽ ഒന്ന് വിളിച്ചു ചോദിക്കുക, എത്ര പേർക്കാണ് ഉജ്ജ്വൽ ഗ്യാസ് യോജനയിൽ സൗജന്യമായി ഗ്യാസ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത് എന്നന്വേഷിച്ചാൽ ഇതറിയാൻ കഴിയും. അത് അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിൻ്റെ രാജാക്കന്മാർ, അതിൻ്റെ തമ്പുരാക്കന്മാരെന്ന് പറയുന്ന മാധ്യമ സിംഹങ്ങൾ ഇക്കാര്യം ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, ഇങ്ങനെ പ്രധാനമന്ത്രിയുടെ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്തണം എന്ന ആലോചന വരുമ്പോൾ തന്നെ മാധ്യമസിംഹങ്ങളുടെ മുട്ടിടിക്കുന്നത് നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ കാണാം. അതുകൊണ്ട് വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളൊരു അന്വേഷണാത്മകത്തിനും കേന്ദ്രത്തിൽ വടക്കോട്ട് നിങ്ങൾക്ക് യാതൊരു അന്വേഷണവും ഇല്ല എന്ന് നമുക്കറിയാം. എന്നാലും ഒരു താല്പര്യം കൊണ്ട്, ഒരു ജിജ്ഞാസ കൊണ്ട് ചോദിച്ചു എന്ന് മാത്രം. 10 കോടിയിൽ എത്ര ആളുകൾക്കാണ് കേരളത്തിൽ ഉജ്ജ്വൽ ഗ്യാസ് യോജന വഴി സൗജന്യമായി കണക്ഷൻ കിട്ടിയിട്ടുള്ളത് എന്നറിയാൻ ഒരു താല്പര്യം എന്ന് മാത്രം.